നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തെളിവ് UN കൈമാറാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഭീകര സംഘടനകളുടെ ആഗോള പട്ടിക തീരുമാനിക്കുന്ന UN-ന്റെ 1267 ഉപരോധ സമിതിക്കും UN-ലെ മറ്റ് അംഗരാജ്യങ്ങൾക്കും ഈ തെളിവ് കൈമാറും. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടനയായ RTF-നെ 1267 പ്രകാരം നിരോധിക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. നിലവിൽ ഇന്ത്യൻ സംഘം ന്യൂയോർക്കിലുണ്ട്. ഈ സംഘം ഉടൻ തന്നെ UN-ന്റെ 1267 ഉപരോധ സമിതിയുടെ മോണിറ്ററിംഗ് ടീമുമായും UN-ലെ മറ്റ് രാജ്യങ്ങളുമായും സംവദിക്കും. ഐക്യരാഷ്ട്രസഭയുടെ കൗണ്ടർ ടെററിസം ഓഫീസുമായും, അതായത് UNOCT കൗണ്ടർ ടെററിസം കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും കൂടിക്കാഴ്ച നടത്തും. അതിനിടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് UN ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസുമായി ചർച്ച നടത്തി. വെടിനിർത്തൽ തുടരുന്നത് സംബന്ധിച്ച് UN ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികളിൽ ഇളവ് നൽകണമെന്ന് അഭ്യർത്ഥന പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ ഇന്ത്യയുടെ ജലശക്തി മന്ത്രാലയം സെക്രട്ടറി ദേബശ്രീ മുഖർജിക്ക് കത്ത് നൽകി. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിയായിരുന്നു അവരുടെ ജീവനാഡി എന്ന് അറിയപ്പെടുന്ന സിന്ധു നദീജലത്തിൽ നിന്നുള്ള വെള്ളം അനുവദിക്കുന്നത് തടഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിൽ 64 വർഷം പഴക്കമുള്ള കരാറാണിത്. രവി, സത്ലജ്, ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, സലം തുടങ്ങിയ നദികളിലെ ജലം പാകിസ്ഥാനും നൽകുന്നതായിരുന്നു ഉടമ്പടി. യുദ്ധകാലത്ത് പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യ മുതിർന്നിരുന്നില്ല. കാരണം ജലം നിഷേധിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. അതേസമയം ഇന്ത്യൻ നടപടിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് പാകിസ്ഥാൻ അന്ന് പ്രതികരിച്ചത്. ഇന്ത്യയുടേത് നയവിരുദ്ധമാണെന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഇന്ത്യ തള്ളിക്കളയുകയായിരുന്നു. നല്ല മനസ്സോടെയും മികച്ച സൗഹൃദം പുലർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉടമ്പടി തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നീങ്ങിയതോടെ കരാർ മരവിപ്പിച്ചതെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഭീകരർക്കെതിരെ യാതൊരു നടപടിയും പാകിസ്ഥാൻ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ കരാർ റദ്ദാക്കിയത് ഇന്ത്യ പുനഃപരിശോധിച്ചേക്കില്ലെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത് സംബന്ധിച്ച് പരോക്ഷമായി പ്രതികരിച്ചിരുന്നു. വെള്ളവും ചോരയും ഒന്നിച്ച് ഒഴുകില്ലെന്നായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞത്. സിന്ധു നദിയിൽ നിന്നും പോഷക നദികളായ സലം, ചെനാബ് നദികളിൽ നിന്നും കരാർ പ്രകാരം 80% വെള്ളം പാകിസ്ഥാന് നൽകുന്നുണ്ട്. പാകിസ്ഥാൻ തങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമെല്ലാം സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളമാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഏകദേശം 90% കൃഷിക്കും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരാർ മരവിപ്പിച്ച നടപടിയോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാകിസ്ഥാൻ. വെള്ളം കൃത്യമായ അളവിൽ ലഭിച്ചില്ലെങ്കിൽ പഞ്ചാബ്, സിന്ധ് മേഖലകളിലെ കൃഷിക്ക് വെള്ളം തികയാതെ വരും. ഇത് വലിയ കൃഷി നാശനഷ്ടത്തിന് തന്നെ കാരണമായേക്കും. അതുകൊണ്ട് ഇന്ത്യ കനിഞ്ഞില്ലെങ്കിൽ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നത് തീർച്ചയാണ്.